അച്ഛന് ട്രാൻസ്ഫർ ആയ കാരണം കോഴിക്കോട് പ്രൊവിഡൻസിൽ ഫസ്റ്റ് ഇയർ കോളേജ് ചെയ്തിട്ട് സെക്കൻഡ് ഇയർ ചെയ്യാനാണ് ഞാൻ സെന്റ് മേരീസിൽ വന്നതെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ എത്തിയപ്പോൾ തന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് എത്തിയത്. പിന്നെ ഫസ്റ്റ് ഇയർ കുട്ടികളൊക്കെ വന്നപ്പോൾ തന്നെ ഹോസ്റ്റലിലെ മുറികളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഒരു കോമൺ റൂമാട്ടോ. കോമൺ റൂം എന്ന് പറഞ്ഞാൽ 5-6 പിള്ളേരുള്ളൊരു മുറി. അത് ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഒരു കോർണറിലായിരുന്നു കേട്ടോ. പക്ഷെ ആ മുറിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. റോട്ടിലേക്ക് നേരിട്ട് തുറക്കണ ഡയറക്റ്റ് ആയിട്ടുള്ള ജനവാലയുള്ള മുറി അത് ഒരെണ്ണം മാത്രമായിരുന്നു. ബാക്കിയുള്ള മുറികളിലൊക്കെ ജനവാല ഉണ്ടെങ്കിലും വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ജനാലയിൽ നിന്ന് നോക്കിയാൽ പാറമേക്കാവിന്റെ അമ്പലക്കുളം കാണാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലെ കൃഷ്ണനായർ സ്റ്റുഡിയോന്റെ ആ ഭാഗത്തേക്കുള്ള ജംഗ്ഷൻ കാണാം. പിന്നെ സേക്രഡ് ആർട്ട് സ്കൂളിലേക്ക് പോണ ആ ജംഗ്ഷനും കാണാം. അപ്പൊ ചുരുക്കം പറഞ്ഞ ആ ജനാലക്കിലിരുന്ന് പറ്റുമ്പോ ഒക്കെ ഇത്തിരി വായി നോക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ടപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ ജയിലിന്റെ ഉള്ളില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേ സ്കോളേഴ്സിന്റെ അടുത്ത് ഒരു ന്യൂസ് കിട്ടിയത്. ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് സെന്റ് മേരീസിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന് ആക്ട്രസ് അംബിക, പിന്നെ അന്നത്തെ വിനീത്, പിന്നെ ഒരു നടി ഉണ്ടായിരുന്നു സുനിത, ഇവരൊക്കെ വരുന്നുണ്ടെന്ന്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. എവിടെ ഒരു കാര്യമില്ല, കോളേജൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഹോസ്റ്റലൈറ്റ്സിന് കാണാൻ പറ്റുന്ന, ഞങ്ങളെയൊക്കെ അകത്തേക്ക് ഓടിക്കും. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആകെ സങ്കടത്തിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ അവർ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ. പക്ഷേ നമ്മുടെ കഥാനായകനുണ്ടല്ലോ, ആ ജനവാതില് പുറത്തേക്ക് തുറക്കണ നല്ല വ്യൂ ഉള്ള ജനവാതില്, അതിൽ കൂടെ ഞങ്ങൾ കുറച്ച് കണ്ടു കേട്ടോ. അതെന്താ വെച്ചാലേ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ആ സേക്രഡ് ആർട്ടിന്റെ ജംഗ്ഷനിലായിരുന്നു. വിനീതും പിന്നെ സുനിത പറഞ്ഞ കുട്ടിയായിട്ട് എന്തോ ഒരു ചെറിയ സീൻ. അവൻ ബൈക്കിൽ വരുന്നു, ആ കുട്ടി നടന്നു വരുന്നു, ഒരു ഡയലോഗറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവരത് ഫുൾ ഡേ ഷൂട്ട് ചെയ്തു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല എന്ന്. ഈ അടുത്ത് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ തെരേസ ടീച്ചർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ സെന്റ് മേരീസ് കോളേജിലേക്ക് ഒന്നുകൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ എന്നെ കോളേജൊക്കെ കൊണ്ട് നടന്ന് കാണിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാ കോളേജിൽ വന്നിരിക്കണേ. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്കൊന്ന് ഹോസ്റ്റലിൽ കാണണം, എൻ്റെ മുറിയിലേക്കൊന്ന് പോകണമെന്ന്. അപ്പം ടീച്ചറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ ഹോസ്റ്റലൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, അതൊക്കെ ക്ലാസ് റൂം ആക്കി മാറ്റിത്രേ. ഹോസ്റ്റലൊക്കെ പുതിയത് പണിതൂന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 17 വയസ്സുകാരി കണ്ടുകൂട്ടിയ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും നിറം പകർന്ന ആ ജനാല അതിന്നില്ല എന്നറിഞ്ഞപ്പോൾ ഒരു ഇത്തിരി വിഷമം തോന്നിയെങ്കിലും അവളോടൊപ്പം തന്നെ വളർന്നു വലുതായി തൃശ്ശൂർ നഗരത്തിന്റെ ഒത്ത നടുക്ക് പൂർവാധികം പ്രൗഢിയോടെ നിലകൊള്ളുന്ന തന്റെ കോളേജിനെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷവും.